നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർവം മായ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സത്യൻ അന്തിക്കാട് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അഖിൽ സത്യൻ എന്ന് പറയുന്ന സംവിധായകനിൽ നമുക്ക് കുറച്ച് പ്രതീക്ഷ വയ്ക്കാം. ഒരു വലിയ സംഭവമാണോ അല്ലെങ്കിൽ ഒരു പാനിന്ത്യ സംഭവമാണോ എന്നൊന്നും ചോദിച്ചാൽ അതൊന്നും അറിയില്ല. കാരണം ചെറിയൊരു സിനിമ, ഒരു തട്ടിക്കൂട്ട് സിനിമയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ നിവിൻ പോളി എന്ന് പറയുന്ന ആ ഒരു നടനെ തിരിച്ചു കൊണ്ടുവന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആരൊക്കെയോ ചേർന്ന് അയാളെ ഒതുക്കാൻ ശ്രമിക്കുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അയാളെ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അയാൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടണം എന്നുള്ള തരത്തിൽ എല്ലാവരും കൂടി ഒതുക്കിയ ഒരു വ്യക്തിയാണ് ഈ നിവിൻ പോളി എന്ന് പറഞ്ഞ ആ ഒരു നടൻ. നമുക്ക് എല്ലാവർക്കും അറിയാം. അയാളുടെ സിനിമ നോക്കുക, അയാളുടെ സിനിമ നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ സിനിമയിൽ അയാൾക്കൊരു പ്രശ്നവും ഇല്ല. ആ ഒരു കഥക്കും പിന്നെന്താ പറയുക കഥാപാത്രങ്ങൾക്കും ആ സിനിമ ഓടാത്തതിന് ഇദ്ദേഹം കാരണക്കാരനല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ എല്ലാം ഇദ്ദേഹത്തിന്റെ തലയിലാണ് വരുന്നത്. പടം ഓടിയിട്ടില്ലെങ്കിൽ അത് നിവിൻ പോളിയുടെ കുറ്റമാണ്, അല്ലെങ്കിൽ പടം എന്തെങ്കിലും ആയാലും അത് നിവിൻ പോളിയുടെ കുറ്റമാണ്. അവസാനം ഇയാളെന്ന് പറഞ്ഞ ഒരു കേസിൽ വരെ പെടുത്താൻ നോക്കി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഭക്ഷണത്തോട് കാണിക്കുന്ന ആർത്തി തന്നെയാണ്. എല്ലാ സംഭവവും ഭാരി വലിച്ചു നിന്ന് അവസാനം എന്ന് പറഞ്ഞാൽ നടക്കാൻ കൂടി ആകാത്ത ഒരു സംഭവത്തിലേക്ക് ഒരു എന്താ പറയുക ഒരു പ്രത്യേക രൂപത്തിലേക്ക് മാറിപ്പോയിരുന്നു. അതൊക്കെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഒന്ന് കൺട്രോൾ ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും ഈ ഒരു സർവം മായ എന്ന് പറയുന്ന ഒരു സിനിമ നിവിൻ പോളിയുടെ തിരിച്ചുവരവ് മാത്രമല്ല, ഇനി അയാൾ മലയാളത്തിൽ നിന്ന് പോകാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അയാൾക്ക് എനിക്കും ഒരുപാട് സിനിമ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും ഒരു വെബ് സീരീസ് ഉണ്ട്, ഫാർമ എന്ന് പറയുന്നത്. അതിലെന്ന് പറഞ്ഞ് നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പക്ഷേ ഇവിടെയുള്ള മുൻനിര നായക നടന്മാരെ കാട്ടി കുറച്ചുകൂടി നമ്മുടെ വീട്ടിലുള്ള ഒരാൾ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അഭിനയമാണ് നിവിൻ പോളി എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമയിലെ പ്രകാശനെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത്രയും സ്നേഹനിധിയാണ് പ്രകാശൻ, ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്യുന്ന പ്രകാശൻ. അങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഇദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെയുള്ള കഥാപാത്രങ്ങളുമായിട്ട് ഇനിയും അഖിൽ സത്യൻ വരും. അല്ലെങ്കിൽ സത്യൻ അന്തിക്കാട് എന്ന് പറയുന്ന സിനിമാ സംവിധായകന് ശേഷം അഖിൽ സത്യനെ പോലെയുള്ള ഒരാളെ ഇവിടെ നിർത്തിയിട്ടാണ് അദ്ദേഹം ചിലപ്പോൾ ഇവിടെ നിന്നും, അതായത് സിനിമ ഒഴിവാക്കി പോകുക എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇപ്പോഴും അയാൾ സിനിമ സംവിധാനം ചെയ്യുന്നുണ്ട്. അതല്ല പറയുന്നത്, റിട്ടയർമെന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോഴും പറയും എൻ്റെ മകനെ അവിടെ നിർത്തിയിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് എന്ന്. ഏതായാലും ആ മകനിൽ നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നിവിൻ പോളി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരിക മാത്രമല്ല അയാളെ നമുക്ക് മുന്നിലേക്ക് നിങ്ങൾ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് തരികയാണ് ചെയ്തത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവ സിനിമയൊന്നും അല്ലാട്ടാ. ഒരു സംഭവ സിനിമയോ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് പിന്നെന്താ പറയേണ്ടത് ഇതുവരെ കാണാത്ത സിനിമ ഒന്നുമല്ല. നമ്മളൊക്കെ കണ്ടു മറന്ന, നമ്മളൊക്കെ കണ്ട് ശീലിച്ച പരിചയമുള്ള അത് അഖിൽ സത്യൻ എന്ന് പറയുന്ന ഒരു സംവിധായകന്റെ ആ ഒരു ഇതിൽ എടുത്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അയാളുടെ ആ ഒരു രൂപത്തിൽ ആ ഒരു സിനിമ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റ് സംവിധായകരൊക്കെ ആണെങ്കിൽ കുറച്ച് അത് കയറ്റി ഇത് കയറ്റി ആൾക്കാർക്ക് കാണാൻ കഴിയാതെ വൃത്തികെട്ട രീതിയിൽ അത് പ്ലേസ് ചെയ്തതിനെ. പക്ഷേ അഖിൽ സത്യൻ അച്ഛൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ഫാമിലി ഓഡിയൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എടുത്തു പറയേണ്ടത് നമ്മൾ അജു വർഗീസിനെ തന്നെയാണ്. ഒരു സംഭവം തന്നെയാണ്. അജു വർഗീസും അതുപോലെ തന്നെ നിവിൻ പോളി ഉണ്ടെങ്കിൽ വേറെ ഒരു കോമ്പിനേഷനും വേണ്ട, അത് മാത്രം മതി. അത്രത്തോളം സിങ്കാന്ന് അവർ തമ്മിൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യത്തെ സിനിമ മുതൽ അങ്ങനെ തന്നെയാണ്. കുട്ടു എന്ന് പറയുന്ന കഥാപാത്രവും പ്രകാശൻ എന്ന് പറയുന്ന കഥാപാത്രവും നമുക്ക് ഏറെ രസകരമായ ഒരു കഥാപാത്രം തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം തട്ടത്തിന് മറിയത്തുള്ള കഥാപാത്രങ്ങൾ, അങ്ങനെ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ തകർത്ത് അഭിനയിച്ച നിരവധി മുഹൂർത്തങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ഈ അജു വർഗീസിനെ ഇതിൽ കാണുമ്പോഴേ എവിടെയൊക്കെയോ ഇന്നസെന്റിനെ ഓർമ്മ വരും, അതുപോലെ ജഗദീഷ് ശ്രീകുമാറിനെ ഓർമ്മ വരും. ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ജഗതി ചേട്ടൻ ചെയ്തത് എന്താണ്? ജഗതി ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്താ പറയണ്ടേ മലയാള സിനിമയിൽ നിന്ന് പോയതിൽ ഒരുപാട് നഷ്ടമുള്ളതാണ്. പക്ഷെ അതിന് പകരമായിട്ട് നമ്മൾ അജു വർഗീസിനെ കൊണ്ട് തന്നതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അജു വർഗീസ് കുറച്ചുകൂടി സിനിമയെ സീരിയസ് ആയിട്ട് കാണണം. ഇപ്പോഴയാൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉഴപ്പൻ രീതിയിലാണ്. അതായത് കൃത്യമായിട്ട് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്നില്ല. ഒരുപാട് നാളുകൾ കൂടിയിട്ടാണ് ഇപ്പോഴും സിനിമ വന്നത്. അപ്പോൾ വാരി വലിച്ച സിനിമ ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും ഞാൻ പറയുകയാണ്, നല്ല നല്ല ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് ഒരുപാട് ക്യാരക്ടറുകൾ കിട്ടുകയുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ ഒരു പടം 2 പടം എന്നൊക്കെ പറഞ്ഞ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇതിലൂടെ അഖിൽ സത്യൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ജോഡി ഉണ്ടല്ലോ, നമുക്കറിയാം ഇതിനു മുന്നേയും ഉണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടി ജനങ്ങളിലേക്ക് നല്ല രീതിയിലുള്ള ഈ ജോഡി സിങ്കായിട്ടുണ്ട്. ഏതായാലും ഈ 2 പേരെയും വെച്ച് ഇനിയും ഒരുപാട് സിനിമകൾ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ 2 പേരോടും എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഇനിയെങ്കിലും ഉഴപ്പാതെ സിനിമയിൽ നിൽക്കണം.
പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രേതകഥ തന്നെയാണെങ്കിലും ആ ഒരു പ്രേതവും വ്യത്യാസമുള്ളത് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, പ്രേതത്തിൻ്റെ ക്ലൈമാറ്റോ അല്ലെങ്കിൽ പിന്നെ ക്ലൈമാക്സോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളോ ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ ക്ലൈമാക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ എവിടെയാ കൊണ്ട് എത്തിച്ചതെന്ന് എനിക്കറിയില്ല. എന്നാലും അത് അവസാനം വരെ ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എവിടെയൊക്കെയോ കൂടിയിട്ട് ഒരു യാത്ര പോകുന്ന ഒരു ഫീലാണ്. അതായത് ഈ സത്യൻ അന്തിക്കാടിൻ്റെ മകനായ അഖിൽ സത്യനും കൂട്ടുകാരും കൂടി ചേർന്ന് എവിടെയൊക്കെയോ പോയിട്ട് എന്തൊക്കെയോ ഷൂട്ട് ചെയ്ത് അതൊരു സിനിമയാക്കി കൊണ്ടുവന്നു. അത് നമുക്ക് മുന്നിൽ എത്തിച്ചപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അത് എത്തിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു സിനിമയായിട്ടാണ് എനിക്കിതിനെ ഫീൽ ചെയ്തത്. അതായത് ഒരു ഭയങ്കരമായ ടെൻഷനും ഷൂട്ടിങ്ങും കാര്യങ്ങളും ഇതൊന്നുമല്ല. അവരുടെ എല്ലാവരുടെയും ആ മുഖം, അതായത് നിവിൻ പോളി എന്ന് പറയുന്നയാൾ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം ഇത് എത്രമാത്രം എൻജോയ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത് എന്ന്. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേർക്ക് നിവിനെ ഇവിടെ കണ്ടുകൂടാ. അതുകൊണ്ട് തന്നെ നിവിനെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു. നമ്മളിനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ശരി, നിവിൻ പോളിനെ ഇവിടെ വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്താ അതിൻ്റെ കാര്യം എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതായത് നിവിൻ പോളിൻ്റെ സിനിമ എടുത്ത് പൊട്ടിച്ച ടീം വരെയുണ്ട്. നിവിൻ പോളിൻ്റെ സിനിമ എന്തൊക്കെയോ ഈഗോ ഇതിൽ പെട്ടിട്ട് വരെ പടവെട്ട് എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. അവസാനം അതിൻ്റെ സംവിധായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കേസിലും കൊണ്ടുപോയി, അതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനു മുന്നേ തന്നെ ആ സിനിമക്ക് തന്നെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ നിവിൻ പോളി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെയുള്ള ചില ഫോക്കസുകളുടെ കൂടെ പെട്ടിട്ട് അയാൾ നശിച്ചു പോവുകയാണ് ചെയ്തത്. ഇനിയെങ്കിലും അയാൾ നശിക്കാതെ അയാൾ ഇങ്ങനെയുള്ള നല്ല നല്ല പടങ്ങളൊക്കെ ചെയ്ത് സ്വന്തം കാര്യം നോക്കിയിട്ട് മറ്റുള്ളവൻ്റെ കാര്യം നോക്കാതെ, അതായത് മറ്റുള്ളവൻ്റെ പുറകെ നടക്കാതെ അവനെന്തോ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എന്താ പറയേണ്ടത്, ഒരു വലിയ ഡയലോഗോ കാര്യങ്ങളോ ഒന്നും അടിച്ചുകൊണ്ട് വരുന്ന ഒരാളല്ല നിവിൻ പോളി. അതുപോലെ തന്നെ ആരും ഇവിടെ കൈപിടിച്ച് കയറ്റാനില്ലാത്ത ഒരാൾ തന്നെയാണ്. അയാൾക്കുള്ളത് പ്രേക്ഷകർ മാത്രമാണ്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും നിവിൻ പോളിയെ നല്ല ഇഷ്ടമാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തിയേറ്ററിൽ കിട്ടുന്ന ആ ഒരു കയ്യടി തന്നെ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിവിൻ പോളിയെ ഒരു കാരണവശാലും പ്രേക്ഷകർ മറക്കത്തില്ല. കുട്ടികൾക്കായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഫാമിലികൾക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നിവിൻ പോളിയുടെ സിനിമ എന്ന് പറഞ്ഞാൽ അവർക്കൊരു വലിയ പ്രതീക്ഷയാണ്. നിവിൻ പോളി മതി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മോഹൻലാൽ ആ ഒരു ചെറുപ്പകാലത്ത് എങ്ങനെയാണ് അതുപോലെയാണ് നിവിൻ പോളി വളർന്നു വന്നത്. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് എവിടെയോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. ഏതായാലും ഇപ്പോഴും വീണ്ടും സത്യൻ അന്തിക്കാടിൻ്റെ മകൻ്റെ സിനിമയിലൂടെ നമ്മുടെ പഴയ മോഹൻലാലിനെ പോലെയുള്ള ഒരാളെ നമുക്ക് തിരിച്ചു കിട്ടി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് നിവിൻ്റെ സിനിമ ഇനിയും ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ അഖിൽ സത്യൻ എന്ന് പറയുന്ന സംവിധായകനിലും ഒരുപാട് പ്രതീക്ഷയുണ്ട്. പുതുമകൾ നിറഞ്ഞ ഇനിയും ഒരുപാട്, അതായത് കാണാൻ കൊള്ളാവുന്ന, അല്ലെങ്കിൽ വെറുതെ പോയിട്ട് കുറേ അടിയും പിടിയും അതുപോലെ തന്നെ വെറുതെ ചളിയും ഉണ്ടാക്കി നിൽക്കാതെ നല്ല നല്ല കുറച്ചും കൂടി നല്ല സിനിമകൾ, ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് വളരെ മോശം എന്നൊന്നും പറയുന്നില്ല, എന്നാലൊരു നല്ല സിനിമ എന്നും പറയുന്നില്ല, ഒരു ആവറേജിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് സർവ്വം മായം എന്ന് പറയുന്ന സിനിമ. കണ്ടിരിക്കാം, എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും കണ്ടിരിക്കാനുള്ള ഒരു വകയുണ്ട്. ഒരു വലിയ വിരുന്ന് ഉണ്ണാനൊന്നും അങ്ങോട്ട് പോയേക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ക്രിസ്മസ് റിലീസിൽ ഈ ക്രിസ്മസ് തൂക്കിയ ഒരു സിനിമ എന്ന് തന്നെ പറയാം നമ്മുടെ വൃഷഭേനെക്കാട്ടി നല്ല അടിപൊളി സിനിമ കേട്ടാ. നന്ദി, നമസ്കാരം.